ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32:17 വായിക്കുന്നു. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽ പലപ്പോഴും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ദൈവത്തോട് പിറുപിറുക്കുകയും മറ്റു ജാതീയ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തു വന്നിരുന്നു. ദൈവം കരുണയും കൃപയും ഉള്ളവൻ മാത്രമല്ല, അവൻ നീതിയുടെ ദൈവവുമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജനത്തിനുണ്ടായ വിശ്വാസത്യാഗത്തിന് ശിക്ഷ കൊടുക്കേണ്ടി വന്നു. തൽഫലമായി ബാബിലോണ്യ അടിമത്തത്തിലേക്ക് അവർ അയക്കപ്പെട്ടു. എങ്കിലും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും ഒരു നല്ല കാലം വരുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അനീതി നിറഞ്ഞ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തു നീതിയുടെ രാജാവാണ്. സമാധാന പ്രഭുവായ യേശു തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ സമാധാനം അയക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നീതി. ദൈവപുത്രനായ യേശുവിൻ്റെ വിശുദ്ധിയിൽ അത് പ്രകടമായിരിക്കുന്നു. കർത്താവിൻ്റെ വഴി എന്തെന്ന് മനസ്സിലാക്കി അത് പിന്തുടരുകയും അവന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നത് ഒരു നീതിമാന്റെ ലക്ഷണമാണ്. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയവും ആയിരിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അതായത് ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകുന്നു. കർത്താവിൻ്റെ വഴിയിൽ പൂർണ്ണമായും വിശ്വസിക്കുക മാത്രമല്ല, ഹൃദയം കൊണ്ടത് അംഗീകരിക്കുക. അങ്ങനെ ഭൗമികമായുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും കഴിയുന്നു. നീതിയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം താൽക്കാലികമല്ല, അത് ശാശ്വതമായതാണെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങളോ പരിശ്രമങ്ങളോ അല്ല യഥാർത്ഥ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. പിന്നെയോ നീതിയിലാണ് സമാധാനം വേരൂന്നിയിരിക്കുന്നത്. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും ധൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കുമെന്ന് സർവശക്തനായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാൻ നീതിമാനായ കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന സമയം ആസന്നമായിരിക്കുന്നു. പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് അസ്.